കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനാധാരമായി നിങ്ങളുടേതായ ശ്രദ്ധയെ മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ഭാഗമാണ് വായിച്ചത്. ഖനാന്യ സ്ത്രീയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സൂത്രം പേര് അവളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഖനാന്യ സ്ത്രീ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇബ്രായ ലേഖനം 11-ാം അധ്യായം യോശുവയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു രാഹാബിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും പദ്ധതികൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ സ്ത്രീ നിലവിളിയോടെ വന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന നിലവിളിയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നാൽ യേശുവിൻ്റെ മറുപടി അവനൊന്നും മിണ്ടിയില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം സൈലൻ്റായി ഇരിക്കുന്ന സമയം നമുക്ക് കാണുവാൻ കഴിയും. പലരും പറയാറുണ്ട്, ഞാൻ ഒത്തിരി നാൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ കാത്തിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും മറുപടി കാണുവാൻ കഴിഞ്ഞില്ല. എൻ്റെ വിഷയത്തിൽ ഇപ്പോഴും തിരസ്കരണമാണ് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പരാജയമാണ് എൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. നിലവിളിയോടെ കടന്നു വരുന്ന ആ ഖനാന്യ സ്ത്രീയുടെ മുമ്പിൽ യേശു മൗനമായി പ്രതികരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു ഒന്നും മിണ്ടാത്തത്? എന്നെ ചിന്തിപ്പിച്ച ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഈ ഖനാന്യ സ്ത്രീയുടെ പ്രാർത്ഥന നോക്കണമേ, ഒരു സാധാരണ പ്രാർത്ഥനയല്ല. അവൾ പറയുന്നു, ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു സ്റ്റാൻഡേർഡ് പ്രാർത്ഥനയാണ്, സാധാരണ വിളിയല്ല, ഒരു സ്റ്റാൻഡേർഡ് വിളിയാണ് അവളുടേതായ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ യേശുവിനെ അവൾക്കറിയാം, യേശുവിൻ്റെ പാരമ്പര്യം നന്നായി അറിയാം, യേശു എവിടെ നിന്ന് കടന്നു വന്നു, അവൻ്റെ പിതാക്കന്മാരെ അവൾക്ക് നന്നായി അറിയാം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രാർത്ഥനയാണ്, നിലവിളിയാണ് അവൾ ചെയ്യുവാനിടയായത്. ഇനി അവളുടെ പാരമ്പര്യം എന്താണ്? യേശുവിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തി അവൾ പ്രാർത്ഥിക്കുന്നു. നീ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് വന്നവനാണ്, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ആമേൻ. തലമുറ തലമുറയായി ദാവീദിലൂടെ നീ ജനിക്കുമെന്നും നിന്റെ രാജ്യത്വം നിത്യമായ രാജ്യത്വമാണെന്നൊക്കെ നന്നായി ചരിത്രം അറിയാവുന്ന ഖനാന്യ സ്ത്രീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, യേശുവിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ യേശു മിണ്ടാതിരിക്കുകയാണ്. ഇനി ഇവളുടെ പാരമ്പര്യം എന്താണ്? ഖനാന്യ സ്ത്രീ, ഖനാൻ ശപിക്കപ്പെട്ട ജാതിയാണ്. ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നു.
ആമേൻ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: കനാൻ തൻ്റെ ആദ്യജാതൻ എന്ന് തുടങ്ങി ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ശപിക്കപ്പെട്ട അപ്പനിൽ നിന്നും ശാപം ഏറ്റുവാങ്ങിയ ഒരു തലമുറയുടെ അവസാന കണ്ണിയാണ് ഈ കനാന്യ സ്ത്രീ എന്ന് കാണുവാൻ കഴിയുന്നു. നോക്കണമേ, അവളുടെ പാരമ്പര്യത്തെ മറച്ച്, അവളുടെ കുറവിനെ മറച്ച്, അവളുടെ ബലഹീനതയെ മറച്ച് യേശുവിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തി വരുന്ന കനാന്യ സ്ത്രീയോട് യേശു മൗനമായി പ്രതികരിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചാൽ നമുക്കും അതുതന്നെ കാണുവാൻ കഴിയുന്നു. നമ്മുടെയും പ്രാർത്ഥനകൾ പലപ്പോഴും പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകളാണ്, യേശുവിനെ ഉയർത്തിയുള്ള പ്രാർത്ഥനകളാണ്. എന്നാൽ ഈ യേശുവിനെ ഉയർത്തുവാൻ നമ്മിൽ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നമുക്കതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ നോഹയെ നമുക്കെല്ലാവർക്കും അറിയാം. നീതി പ്രസംഗിയാണ് നോഹ. നോഹയെക്കുറിച്ച് ഒത്തിരി പ്രത്യേകതകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂലോകം മുഴുവനും വെള്ളം കൊണ്ട് മൂടി. നോഹ ആമേശ്വരം പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തിറങ്ങിയ നോഹ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ഒരിക്കൽ 9-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, വീഞ്ഞു കുടിച്ച് ലക്കുകെട്ട് അവൻ കിടക്കുമ്പോൾ, നഗ്നനായി കിടക്കുമ്പോൾ കനാൻ കണ്ട് അവൻ അപ്പൻ്റെ കുറവ്, നഗ്നത മറ്റുള്ളവരോട് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഇന്നലെ വരെ പ്രസംഗിച്ച് നടന്ന നീതിപ്രസംഗിയായ നോഹയുടെ അവസ്ഥ കണ്ടോ? എന്താണ് സംഭവിച്ചത്? ഉറക്കം വിട്ടുണർന്ന അപ്പന് കാര്യം മനസ്സിലായി. ഇനി അടുത്ത് അനുഗ്രഹത്തിന് സമയമായി, മക്കളെ വിളിച്ച് അനുഗ്രഹം കൊടുക്കുവാനുള്ള സമയമായപ്പോൾ കനാന് കൊടുത്തത് നിത്യമായ ശാപമായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അന്യപ്പെട്ടു പോകുവാൻ കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ചിലപ്പോഴൊക്കെ കടന്നു വരുന്നത് കൊണ്ടാകാം. അങ്ങനെ അപ്പനാൽ ശപിക്കപ്പെട്ട ഒരു പാരമ്പര്യത്തിലെ കണ്ണിയാണ് ഈ കനാന്യ സ്ത്രീ എന്ന് കാണുവാൻ കഴിയുന്നു. അവരുടെ ചരിത്രം തലമുറകൾ മുന്നോട്ട് പഠിച്ചാൽ ഈ ശപിക്കപ്പെട്ട കനാൻ എവിടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുത്തുവാനിടയായിരുന്നു. ഒരു കൂട്ടർ സോദോമിലും ഗോമോറയിലും പോയി പാർത്തു. അവിടെ ദൈവത്തിൻ്റെ തീ ഇറക്കി അവരെ നശിപ്പിച്ചു. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ശപിക്കപ്പെട്ട അപ്പനാൽ ശാപം എടുത്ത കനാന്റെ അവസാന പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ് ഈ കനാന്യ സ്ത്രീ എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഇവളുടെ പാരമ്പര്യം ശപിക്കപ്പെട്ട പാരമ്പര്യമാണ്. ഇവളുടെ പാരമ്പര്യത്തെ മറച്ച് യേശുവിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തി പ്രാർത്ഥനയോടെ നിലവിളിയോടെ കടന്നു വരുന്ന അവളോട് യേശു ഒന്നും മിണ്ടിയില്ല.
മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇവളുടെ നിലവിളിയുടെ നടുവിൽ ശിഷ്യന്മാർക്ക് പോലും അസ്വസ്ഥരായി മാറുവാനിടയായത്. കൂടെയുള്ള ശിഷ്യന്മാർ എന്താണ് പറയുന്നത്? അവൾ വലിയ നിലവിളിയോടെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, അവളെ പറഞ്ഞയച്ചാലും. നമ്മോടൊപ്പം കൂടെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു വിഷയവുമായി കടന്നു വരുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഇവൻ ശിഷ്യന്മാർ പറയുന്നു, ഒരു വലിയൊരു വിഷയവുമായി കടന്നു വരുന്ന സ്ത്രീ, ഒരു വിടുതലിനായി കടന്നു വരുന്ന സ്ത്രീ, ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കടന്നു വരുന്ന ഒരു സ്ത്രീയോട് ശിഷ്യന്മാർ പറയുന്നു, അവളെ പറഞ്ഞയച്ചാലും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നു. 24-ാമത്തെ വാക്യം. ആമേൻ. യേശു എന്താണ് പറയുന്നത്? ശിഷ്യന്മാർ അവളെ പറഞ്ഞയക്കുവാൻ ആമേൻ യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്ന മറുപടി 24-ാമത്തെ വാക്യം: ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. നോക്കണമേ, ഇത്രയും പ്രശ്നങ്ങൾ അവളുടെ മുമ്പിൽ കടന്നു വരുമ്പോഴും അവൾ പിന്മാറിപ്പോയില്ല, മടുത്തുപോയില്ല. ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ആമേൻ തിരിച്ചുപോയില്ല. അവൾ വീണ്ടും ആമേൻ സ്വതന്ത്രം യേശുവിൻ്റെ അടുക്കലേക്ക് നിലവിളിയോടെ കടന്നു വരുമ്പോൾ 15-ാം അധ്യായം 25-ാമത്തെ വാക്യം, കർത്താവേ, അവൾ പറയുന്ന, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ചു. ഒരു വലിയ നിലവിളിയോടെ അവൾ കടന്നു വരുന്നു. വാക്യം 26. യേശു ആമേൻ ഉത്തരം പറഞ്ഞത് നോക്കണമേ: മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കയില്ല. ഒരു വലിയ പ്രാർത്ഥനയോടെ നിലവിളിയോടെ കടന്നു വരുന്ന അവളുടെ മുൻപിൽ യേശു പറയുന്നു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കയില്ല. എന്ന് പറഞ്ഞാൽ യേശു കടന്നു വന്നത് മക്കൾ ആകുന്ന ഇസ്രായേലിന് വേണ്ടിയാണ്, യഹൂദന് വേണ്ടിയാണ്. ആമേൻ. മക്കൾ എന്ന് പറയുന്നത് യഹൂദനാണ്. നീ ഒരു ജാതിയാണ്, ശപിക്കപ്പെട്ട പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ്. ഒരു നായ്ക്കുട്ടിക്ക് സമമായി യേശു അവളെ ചിത്രീകരിക്കുമ്പോഴും അവൾ പിന്മാറുവാൻ തയ്യാറായില്ല. അവളുടെ മറുപടി 27-ാമത്തെ വാക്യത്തിന്, അതിനവൾ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് തിന്നുന്നുണ്ടല്ലോ. നോക്കണമേ, അവൾക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. യേശു പറഞ്ഞ ഈ മക്കൾ, ഈ അപ്പമാകുന്ന യേശു ക്രിസ്തുവിനെ ആമേൻ മുറിക്കുമ്പോൾ, അല്ലെങ്കിൽ നുറുക്കുമ്പോൾ, എങ്ങനെയാണ് നുറുക്കുന്നത്? അവർ അവനെ ആമേൻ കൊല്ലും, കുരിശിലേറ്റും, അവനെ കല്ലറയിൽ അടയ്ക്കും. ഈ അപ്പമാകുന്ന, ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ അവർ നുറുക്കുമ്പോൾ മേശയിൽ നിന്ന് ആമേൻ സ്തോത്രം പുറത്തേക്ക് വീഴുന്ന ചെറിയ അപ്പനുറുക്കുകളുണ്ടല്ലോ, അതുമതി എനിക്ക് വിടുതലിന് കാരണമായി തീരും. നോക്കണമേ, യഹൂദന്മാർ തള്ളിയപ്പോൾ ജാതികളായ നമുക്ക് ആ വലിയൊരു ഭാഗ്യം ലഭിക്കുവാനിടയായി തീർന്നു. യഹൂദന്മാർ നിന്നെ ക്രൂശിച്ചു കൊല്ലും, അവർ നിന്നെ ത്യജിക്കും. ആ ഒരു സമയമുണ്ട്. അങ്ങനെ അവർ നിന്നെ ത്യജിക്കുമ്പോൾ ഈ രക്ഷ ജാതിയായ ഞങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ള ആ വലിയൊരു വിശ്വാസം അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത് ആ സ്ത്രീയോട്? 28-ാമത്തെ വാക്യം. യേശു അവളോട്,
സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. യുവർ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ്. നിന്റെ വിശ്വാസം വലുത്. നോക്കണമേ, ശപിക്കപ്പെട്ട പാരമ്പര്യത്തിലെ ഒരു സ്ത്രീയാണ് കനാന്യ സ്ത്രീ. നിലവിളിയോടെ കടന്നു വരുന്ന അവളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. നിന്ദകൾ വന്നു, അപവാദങ്ങൾ വന്നു. എന്നാൽ അവൾ മടുത്തുപോയില്ല, പിന്തിരിയുവാൻ തയ്യാറായില്ല. വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയി. വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ കണ്ട് മടങ്ങുവാനിടയായി തീർന്നു. വലിയ ദൈവപ്രവൃത്തി കണ്ട് മടങ്ങുവാനിടയായി തീർന്നു. നിന്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന നിന്ദകൾ, പ്രതിസന്ധികൾ നിന്നെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വെളിപ്പെടുമ്പോൾ ആ യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തോടെ ഗമിക്കുമെങ്കിൽ യേശു പറയും, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ മകൾക്ക് സൗഖ്യം വന്നു.